എസ്എഫ്ഐ പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ റോഡിലിരുന്ന് പ്രതിഷേധിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി. റോഡിലെ ചൂടിന് സോഡാ നാരങ്ങ ബെസ്റ്റ എന്ന ഒരു ഒറ്റവരി പോസ്റ്റിലൂടെയാണ് വി ശിവൻകുട്ടിയുടെ പരിഹാസം. 2 മണിക്കൂറോളം റോഡരികിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ച ഗവർണർക്കെതിരെയാണ് പരിഹാസം എന്നത് വ്യക്തമാണ്. സോഡാ നാരങ്ങയുടെ ചിത്രവും ഈ ഒറ്റ വരിയും മാത്രം ഉൾപ്പെടുത്തിയാണ് മന്ത്രിയുടെ പരോക്ഷ പരിഹാസം. ഗവർണറുടെ പ്രതിഷേധത്തെ മറ്റൊരു ഗവർണറും കാണിക്കാത്ത വെറും ഷോ എന്ന് വിളിച്ച് പരിഹസിച്ചാണ് വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഗവർണർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. സമരങ്ങളും പ്രതിഷേധവും സ്വാഭാവികമാണ്. അത് നിയന്ത്രിക്കാൻ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇതെല്ലാം മറികടന്ന് ഗവർണർ സ്വന്തം പദവി പറഞ്ഞ് ഷോ കാണിക്കുന്നുവെന്ന് മന്ത്രി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. കൊല്ലത്ത് വെച്ച് ഗവർണറെ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പ്രതിഷേധത്തിനിടെ കാറിൽ നിന്നിറങ്ങിയ ഗവർണർ എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനായി പാഞ്ഞെടുത്തു. പോലീസിനെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തു. വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ റോഡിന് സമീപത്തെ ചായക്കടയുടെ മുന്നിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. കൊല്ലത്ത് എസ്എഫ്ഐ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ന്യായീകരിച്ച് യുഡിഎഫ് കൺവീനർ എം ഹസനും രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ മർദ്ദനവും ഗവർണർക്കെതിരെ കാട്ടിയാൽ പോലീസ് സംരക്ഷണവും നൽകുമെന്നും വിമർശിച്ചു. ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തുന്ന എസ്എഫ്ഐക്കാർക്കെതിരെ കേസെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും എം ഹസൻ പറഞ്ഞു. കരിങ്കൊടി കാണിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഗവർണർ വഴി നടക്കാൻ എസ്എഫ്ഐ സമ്മതിക്കുന്നില്ല. വഴിനീളെ പ്രതിഷേധവും ആക്രമവും. ഇത് ശരിയായ നടപടിയല്ല. ഗവർണറുടെ ആശയങ്ങളോട് വിയോജിക്കുന്നു. സാധാരണ ഗവർണർമാരിൽ നിന്ന് വ്യത്യസ്തനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നിലമേലിൽ വെച്ചായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെതിരായ എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം. കരിങ്കൊടി കാണിച്ചതിൽ ക്ഷുഭിതനായ ഗവർണർ കാറിൽ നിന്നിറങ്ങുകയും റോഡരികിലുള്ള കടയ്ക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് പോലീസിനെ ശകാരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുമ്പോൾ ഇങ്ങനെയാണ് സുരക്ഷ ഒരുക്കുന്നതെന്നും എന്തുകൊണ്ടാണ് നേരത്തെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തില്ല എന്നും ഗവർണർ ചോദിച്ചു. എന്തായാലും ഇപ്പോൾ ഗവർണർക്ക് Z+ സുരക്ഷ കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ട കാഴ്ചകൾ തന്നെയായിരിക്കും. ഗവർണറെ തുടക്കം മുതലേ പല രീതിയിലും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്ന കേരള സർക്കാരിന് ഇതൊരു വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ നേതാക്കന്മാരെല്ലാം ഒരു അവസരം കിട്ടിയാൽ ഗവർണറെ പരിഹസിക്കാൻ തർക്കം പാത്തിരിക്കുന്നവർ തന്നെയാണ്. ഇതിനു മുൻപും പലപ്പോഴും ഗവർണർ ചെയ്ത ഓരോ നടപടിയും അല്ലെങ്കിൽ ഗവർണറെ എസ്എഫ്ഐക്കാർ ആക്ഷേപിക്കുമ്പോഴൊക്കെ അതിനെല്ലാം പരിഹാസ രൂപേണയാണ് ശിവൻകുട്ടിയെ പോലുള്ള മന്ത്രിമാർ അടക്കം രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൽ യാതൊരു അതിശയവും വിചാരിക്കേണ്ട കാര്യമില്ല. ഗവർണറെ ഒന്ന് കുത്താൻ കിട്ടുന്ന അവസരം മുതലാക്കുക തന്നെയാണ് ഇവിടെയുള്ള സഖാക്കന്മാർ. പക്ഷെ അതൊന്നും തനിക്ക് ഏശില്ല എന്നുള്ളത് പലപ്പോഴും ഗവർണർ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. ആര് എന്ത് പറഞ്ഞാലും തന്റെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന ഒരു കഠിന സ്വഭാവം അല്ലെങ്കിൽ അത്തരത്തിലൊരു നല്ല ക്വാളിറ്റിയുടെ ഉടമ തന്നെയാണ് ഗവർണർ. അതുകൊണ്ട് ഇത്തരം പരിഹാസങ്ങളൊന്നും ഗവർണറെ ഒരു തരത്തിലും ഏശുകയില്ല. ന്യൂസ് ഡെസ്ക് കർമാനസ്.